നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഹിപ്നോതെറാപ്പിയെക്കുറിച്ചാണ്. മാനസികവും വൈകാരികവുമായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പി പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ബോധമനസ്സിനെ മറികടന്ന് രോഗിയുടെ ഉപബോധ മനസ്സിലെത്താൻ ഹിപ്നോസിസ് നിങ്ങളെ അനുവദിക്കുന്നു എന്നതാണ്. ഈ അവസ്ഥയിൽ തെറാപ്പിസ്റ്റിന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. കാരണം ബോധമനസ്സ് വിവിധ വികാരങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ഉറവിടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹിപ്നോതെറാപ്പിസ്റ്റിന് ഈ പ്രോഗ്രാമുകൾ മാറ്റാനും പെരുമാറ്റത്തിലും വൈകാരിക അവസ്ഥയിലും ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനും മാത്രമല്ല പുതിയവ സ്ഥാപിക്കാനും ഇങ്ങനെ രോഗിയെ സഹായിക്കാനും ആകും. കൂടാതെ രോഗിയുടെ അവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഫോബിയകൾ ചികിത്സിക്കുന്നതിനും വിവിധ സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും ഹിപ്നോതെറാപ്പി നല്ലൊരു ഉപകരണമായി ഉപയോഗിക്കാം. ഹിപ്നോതെറാപ്പിയുടെ ഫലപ്രാപ്തിയെ പിന്തുണയ്ക്കുന്ന നിരവധി പഠനങ്ങൾ നിലവിലുണ്ട്. ഹിപ്നോതെറാപ്പിയെക്കുറിച്ച് പൊതുവായി കുറേ മിഥ്യാധാരണകളുണ്ട്. അത് ഈ തെറാപ്പിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആളുകൾക്ക് ഭയവും സംശയവും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഈ മിഥ്യാധാരണകളിൽ ചിലത് ഇല്ലാതാക്കാനും ഹിപ്നോതെറാപ്പിയുടെ കൂടുതൽ വസ്തുനിഷ്ഠമായ ചിത്രം നൽകാനും അവയിൽ ചിലത് മാത്രം ഞാനിവിടെ പറയാം. ഒന്നാമതായി, ഹിപ്നോതെറാപ്പി അമാനുഷികവും അപകടകരവുമാണെന്നുള്ളതാണ് ഒരു മിഥ്യാധാരണ. വാസ്തവത്തിൽ ഹിപ്നോതെറാപ്പി അമാനുഷിക പ്രതിഭാസങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നുള്ളതാണ്. പരിചയസമ്പന്നനായ ഒരു നല്ല ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ കൈകളിൽ ഇത് ഭദ്രമാണ്. രണ്ടാമതായി, ഹിപ്നോതെറാപ്പി സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബോധവും നിയന്ത്രണവും നഷ്ടപ്പെടുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഹിപ്നോതെറാപ്പി സമയത്ത് നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നില്ല, മറിച്ച് കൂടുതൽ ശ്രദ്ധയും ബോധവും നിങ്ങൾക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ശരീരത്തിലും പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് എപ്പോഴും നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുന്നു. മൂന്നാമതായി, ഹിപ്നോതെറാപ്പി ഒരു വഞ്ചനയും തട്ടിപ്പുമാണ് എന്നാണ്. വാസ്തവത്തിൽ ശാസ്ത്രീയ രീതികളും സമീപനങ്ങളും ഉപയോഗിക്കുന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഹിപ്നോതെറാപ്പി. നാലാമതായി, ഹിപ്നോതെറാപ്പി ദുർബല മാനസികാവസ്ഥയുള്ള ആളുകളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഹിപ്നോതെറാപ്പി എല്ലാ ആളുകളിലും മാനസിക ആരോഗ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ്. അഞ്ചാമതായി, ഹിപ്നോതെറാപ്പിയുടെ ഫലങ്ങൾ താൽക്കാലികവും പെട്ടെന്ന് മങ്ങുന്നതുമാണ് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഹിപ്നോതെറാപ്പിയുടെ ഫലങ്ങൾ ദീർഘകാലം നിലനിൽക്കുകയും പ്രത്യേകിച്ച് നിങ്ങളുടെ തെറാപ്പിസ്റ്റിൻ്റെ ശുപാർശകൾ പതിവായി പിന്തുടരുകയാണെങ്കിൽ പൂർണ്ണമായും അത് അതേപടി നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഹിപ്നോതെറാപ്പി എന്നത് സുരക്ഷിതവും ഫലപ്രദവുമായ ഒരു ചികിത്സാ രീതിയാണ്. ഹിപ്നോതെറാപ്പിയുടെ മറ്റ് ഗുണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, വേദന കുറയ്ക്കും. മൈഗ്രെയിനുകൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പല്ലുവേദന തുടങ്ങിയ നിരവധി വേദനകളിൽ നിന്നും ഒരു പരിധിവരെ ഹിപ്നോതെറാപ്പി ആളുകളെ സഹായിക്കും. മാനസിക വൈകല്യങ്ങളുടെ ചികിത്സ, വിഷാദരോഗം, ഉത്കണ്ഠ വൈകല്യങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക വൈകല്യങ്ങൾ, അതായത് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, അവയൊക്കെ നേരിടാൻ ഹിപ്നോതെറാപ്പി നിങ്ങളെ സഹായിക്കും. അടിമത്തത്തിൽ നിന്നും പുറത്തു കടക്കുക, അതായത് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഹിപ്നോതെറാപ്പി സഹായിക്കും. ഹിപ്നോതെറാപ്പി ആളുകളെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരുടെ കഴിവുകളുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനും സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശരീരഭാരം കുറയ്ക്കാൻ, അവരുടെ വിശപ്പ് നിയന്ത്രിക്കാനും ചില ഭക്ഷണങ്ങളെ ഒഴിവാക്കിപ്പിക്കാനൊക്കെ സഹായിക്കും. ഹിപ്നോതെറാപ്പി പല പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. ഹിപ്നോതെറാപ്പിയെ പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ ഹിപ്നോതെറാപ്പിയുടെ ഗുണങ്ങളെപ്പറ്റി അറിയാനും എന്തൊക്കെ രോഗങ്ങൾക്ക് ഹിപ്നോതെറാപ്പി ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും ഹിപ്നോതെറാപ്പിയെ പറ്റി കുറഞ്ഞ കാര്യങ്ങളെങ്കിലും എനിക്ക് പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.